അതെ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെന്നൈ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? അതിനുവേണ്ടി 1 കിലോ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. ഇനി ബിരിയാണി പോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യ് ഒഴിച്ച് നന്നായി ചൂടായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫും ഇട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ ഒരു പിടി പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റണം. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായി വാടി കഴിയുമ്പോൾ ഒരു 2 മുതൽ 3 സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടണേ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് ഒരു 6 തക്കാളിയും കൂടി മുറിച്ചതും കൂടി ഇട്ട ശേഷം നന്നായി വഴറ്റണം. അതിലേക്ക് വീണ്ടും ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് നന്നായി വാടി കഴിയുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണേ. ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളത് കാരണം അരപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഇട്ട് 2 സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണേ. ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഒഴിച്ച് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് നന്നായി തിളച്ച് അരി ഇങ്ങനെ പൊങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇനിയാണ് നമ്മൾ ദം ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഈ ബിരിയാണി പോട്ടെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവേ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.